ആശമാരുടെ സമരം അന്തംകമ്മികളുടെ അടിവേരിറക്കുമോ? ആശമാരുടെ അതിജീവന സമരം 52 ദിവസങ്ങൾ പിന്നിടുകയാണ്. നിരാഹാരമനുഷ്ഠിച്ചും മുടിമുറിച്ചും അവർ സഹന സമരത്തിന്റെ പാതയിൽ മുന്നേറുമ്പോൾ തൊഴിലാളി വർഗത്തിന്റെ രായാവിന് പക്ഷേ കുലുക്കമില്ല. ദിനേശ് ബീഡിയും കട്ടൻ ചായയും അടിച്ചു ബക്കറ്റ് പിരിവുമായി തെണ്ടി നടന്നവന്മാരും ചാരത്തിൽ കിടന്നുറങ്ങിയവന്മാരും ഇന്ന് അധികാരത്തിന്റെ ശീതളിമയിൽ സർക്കാർ മന്ദിരങ്ങളിൽ അച്ചിയെയും കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ വന്ന വഴി മറക്കുന്നു. 5 കൊല്ലം കഴിയുമ്പോൾ ഈ കുന്തളിപ്പ് അവസാനിച്ച് വീണ്ടും പഴയപടി നടക്കണം എന്ന കാര്യവും ഇവന്മാർ മറക്കുന്നു. അധികാരത്തിമിരം ബാധിച്ച അന്തംകമ്പി സർക്കാർ അവഗണിക്കുമ്പോഴും വർദ്ധിത വീര്യത്തോടെ ആശന്മാർ സമരഭൂമിയിൽ വീറോടെ തന്നെ പൊരുതുകയാണ്. ആശന്മാരുടെ വാക്കുകളിലേക്ക്. എൻ്റെ പേര് ബിന്ദു സജികുമാർ, വെമ്പായ FHCയിലെ ആശാവർക്കറാണ്. ഞാൻ 2008 മുതൽ ആശാവർക്കറായി വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ ആദ്യകാലത്ത് ഞങ്ങൾ ആശാവർക്കിലേക്ക് എടുത്തത് തന്നെ അത്യാവശ്യം വേണ്ടുന്ന ആരോഗ്യ സേവനങ്ങൾ നമ്മുടെ ഏരിയയിൽ കൊടുക്കുന്നതിന് അതിന് സമയമില്ലായിരുന്നു. നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ അവിടുത്തെ വിശേഷങ്ങൾ, പിന്നെ സാംക്രമിക രോഗങ്ങൾ വരികയാണെങ്കിൽ അതൊന്ന് റിപ്പോർട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. ആദ്യകാലങ്ങളിൽ ഓണറേറിയം ഒന്നും ഇല്ലായിരുന്നു, ഇൻസെൻറ്റീവ് ആയിരുന്നു. ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ 100 കുട്ടികളെയാണ് ഞങ്ങൾ വാക്സിനേഷൻ എടുക്കാൻ അവിടെ കൊണ്ടുവന്നാലും 5 കുട്ടിക്കുള്ള 100 രൂപ മാത്രമേ കിട്ടുകയുള്ളായിരുന്നു. 5 കുട്ടി, അതാണ് അന്നത്തെ മിനിമം ഇതായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് 300 രൂപ ഓണറേറിയം തന്നു, അവിടെ നിന്ന് 500 രൂപയായി. അത് കഴിഞ്ഞ് ഇപ്പോൾ 7000 രൂപയിൽ എത്തി നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും നമുക്ക് ജോലി ചെയ്താൽ തികയില്ല എന്നൊരവസ്ഥയിൽ എത്തിയിരിക്കുന്നു. നമ്മളെ മാനസികമായി ശരിക്കും പീഡിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സ്വസ്ഥമായ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിന് വീട്ടിലൊരു ഗ്ലാസ് വെള്ളം ആർക്കെങ്കിലും എടുത്തു കൊടുക്കാനോ നമുക്ക് സമയം ഉണ്ടായെന്ന് വരില്ല. കാരണം അവർക്ക് ഭക്ഷണം എടുത്തു കൊടുക്കുന്ന സമയത്തായിരിക്കും ഇവിടെ നിന്ന് പല റിപ്പോർട്ടുകളും ചോദിക്കുന്നത്, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ അവിടെ എന്തെങ്കിലും സഹായത്തിന് വേണ്ടി വിളിക്കുന്നത്. രാത്രി ആയാൽ പോലും ഇന്ന് നമ്മുടെ വീടിൻ്റെ ഡൈനിങ് ടേബിളിലൊക്കെ വന്ന് നോക്കിയാൽ LKGയിൽ പഠിക്കുന്ന കുട്ടികൾ ബുക്കുകൾ വാരിയിട്ടിരിക്കുന്ന രീതിക്കാണ് നമുക്ക് മേശപ്പുറത്ത് ബുക്ക് വാരിയിട്ടിരിക്കുന്ന ഒരവസ്ഥ. പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ പലരും ചോദിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കണം. അതുപോലെ തന്നെ അത്രമേൽ മെൻ്റൽ പ്രഷറാണ്. ആശമാർ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് പൊതുവിൽ ചോദിക്കുന്ന, നിങ്ങൾ എന്തിനത് ചെയ്യുന്നു എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ആശാ വർക്കറല്ലേ, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? മറ്റുള്ളവർക്ക് മെൻ്റൽ സപ്പോർട്ട് കൊടുക്കാനുള്ള ആളല്ലേ? പക്ഷേ ആശാ വർക്കർ എന്ന് പറയുന്ന അവർക്കൊരു മനസ്സുണ്ടെന്നുള്ളത് മേലുദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നില്ല എന്നത് വളരെ ഖേദമാണ്. ഇപ്പം തന്നെ നമ്മുടെ സമരം തുടങ്ങിയിട്ട് 52 ദിവസമാകുന്നു. 14 ദിവസമായി നിരാഹാര സമരം തുടങ്ങിയിട്ട് 2 തവണ നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചു. ചർച്ചയ്ക്ക് വേണ്ടിയുള്ള ചർച്ച എന്ന് മാത്രമേ പറയാൻ പറ്റൂ. നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് 7000 രൂപയിൽ നിന്ന് ഓണറേറിയം 21,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ, അതുപോലെ തന്നെ പെൻഷൻ അനുവദിക്കുക. പിന്നെ മാസാമാസം 5-ാം തീയതിക്കുള്ളിൽ എല്ലാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും സാലറി വരുന്നത് പോലെ ആശമാരുടെ അക്കൗണ്ടിലും പൈസ വരിക എന്നതാണ് നമ്മുടെ ആവശ്യം. ക്രൈറ്റീരിയ എടുത്ത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. വലതുകാലിലെ മന്ത് ഇടതുകാല് എന്ന രീതിയിലോട്ട് ഇൻസെൻറ്റീവിലോട്ട് ക്രൈറ്റീരിയ ഒളിപ്പിച്ചിട്ട് ഓണറേറിയത്തിൽ നിന്ന് മാറ്റി അങ്ങനെ ഒരു വ്യവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ അതിനും ഒരു വ്യക്തത ഇല്ലാതിരിക്കുന്നു. വളരെ ദുരിതമാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി കഴിഞ്ഞ ഒരു പത്രസമ്മേളനത്തിൽ പറയുകയുണ്ട്, 2 മണിക്കൂർ ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്ന ഒരാശയ്ക്ക് 10,000 രൂപ അക്കൗണ്ടിൽ വരുമെന്നാണ്. പക്ഷേ ഇവിടെ ഫെബ്രുവരി 10-ാം തീയതി മുതൽ സമരത്തിലിരുന്ന ആശമാർക്ക് ജനുവരി 25-ാം തീയതി വരെ റിപ്പോർട്ട് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് 26 മുതൽ 9-ാം തീയതി വരെ വർക്ക് ചെയ്ത ഒരു ഇൻസെൻറ്റീവോ ഓണറേറിയമോ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ 15 ദിവസം വർക്ക് ചെയ്തതിൻ്റെ പൈസ ഈ സമരത്തിലിരിക്കുന്ന ആശമാരുടെ അക്കൗണ്ടിലോട്ട് വന്നിട്ടില്ല. ഇപ്പോഴും പറയുന്നു ഓണറേറിയത്തിൽ ഒന്നും കൂട്ടുന്ന കാര്യം നമുക്ക് ആലോചിക്കാം, തീരുമാനമെടുക്കാം. ഇൻസെൻറ്റീവിൽ ഞങ്ങൾ ഇത്ര കൊടുക്കുന്നു, കേന്ദ്രം ഇത്ര തരുന്നു, വീണ്ടും ഇത്ര ഞങ്ങൾ കൂടെ
40% ഇട്ടല്ലേ തരുന്നു. അങ്ങനെ 8400 കണക്കൊക്കെ പറയുന്നു. ഈ ഓണറേറിയം ചോദിക്കുമ്പോൾ ഈ ഇൻസെൻറ്റീവിനെ കൂട്ടുപിടിക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഈ വടംവലി, അതിൽ ഈ ആശാവർക്കറായി ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയില്ല. ഇത് തീരുമാനമെടുക്കാനുള്ള തലപ്പത്തിരിക്കുന്ന നമ്മുടെ ഗവൺമെൻറ്റാണ് തീരുമാനം എടുക്കാനുള്ളത്. കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന വിഹിതമായാലും അത് ചോദിച്ച് വാങ്ങിക്കുക എന്നത് ഉത്തരവാദിത്വം ആശമാരുടേതല്ല. ഇന്ന് 2 മാസം പൂർത്തിയാവുകയാണ് എൻ്റെ കൈയുടെ ഈ ഒരു അവസ്ഥ വന്നിട്ട്. കാരണം ലെപ്രസിയുടെ സർവേ ജനുവരി 30 മുതൽ തുടങ്ങി ഫെബ്രുവരി 12 വരെയാണ് അവർ ഫസ്റ്റ് പറഞ്ഞത്. അപ്പം 4-ാം ദിവസം ഫെബ്രുവരി 2-ാം തീയതിയുടെ അന്ന് ഈ ലെപ്രസിയുടെ സർവേയുമായി ബന്ധപ്പെട്ട് ഞാൻ പോയിട്ട് വന്നപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി, ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായി. ഞാനങ്ങനെ വൊമിറ്റ് ചെയ്യാൻ വേണ്ടി ചെന്ന് ഒരു തെങ്ങിൻ്റെ ചോട്ടിൽ നിന്ന സമയം, കൈ കുത്തി നിൽക്കുന്ന സമയത്താണ് എൻ്റെ കയ്യിൽ ഇങ്ങനെ തേങ്ങ വീണ് കരിങ്കല്ലും തേങ്ങയും കൂടെ ജാമായിട്ട് കൈയുടെ റിസ്റ്റിലാണ് പൊട്ടലുള്ളത്. 3 പൊട്ടലുണ്ട്. ഇന്ന് 2 മാസം പൂർത്തിയാവുകയാണ്. പ്ലാസ്റ്റർ ഇട്ടിരുന്ന് വീണ്ടും പ്ലാസ്റ്റർ ഇടണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഹാൻഡ് കപ്പും ഈ ബാൻഡേഡും കൂടെ ഇട്ട് വച്ചിരിക്കുന്നത്. ഞങ്ങളുടെ എല്ലാം ജീവിതം വളരെ ദുരിതത്തിലാണ്. ഇവിടെ ഇരിക്കുന്ന 3/4 ആൾക്കാരുടെ സ്വന്തമായിട്ട് കിടപ്പാടമില്ലാത്തവരും വാടക വീട്ടിലൊക്കെ കിടക്കുന്ന ആൾക്കാരാണ്. ഞാനാണെങ്കിൽ 23 വർഷം കൊണ്ട് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. വരുമാന മാർഗമെന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡാണെങ്കിൽ 5 വർഷമായി സുഖമില്ലാതിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഷുഗർ വന്നിട്ട് വെയിറ്റ് ലോസായി, കണ്ണ് രണ്ടിനും കാഴ്ച നഷ്ടപ്പെട്ട് ഒരു കണ്ണിൻ്റെ സർജറി കഴിഞ്ഞു. അങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുന്നതാണ്. ഇതാണ് ഞങ്ങളുടെ ആശമാരുടെ ജീവിതം. അപ്പം നാളെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, 2 തവണ ചർച്ചയ്ക്ക് വിളിച്ചതുപോലെ ആയിരിക്കരുത് നമ്മുടെ ആവശ്യങ്ങൾ. നമ്മൾ ഈ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ, അതിനെക്കുറിച്ചുള്ളൊരു ചർച്ചയുണ്ടായി പോസിറ്റീവായൊരു തീരുമാനമെടുത്ത് ഈ വനിതകളെ ഈ സമരവേദിയിൽ നിന്നും മാറ്റി വിടണം എന്നൊരു അഭ്യർത്ഥനമാണ്. എൻ്റെ പേര് ശാന്തമ്മ MA. ഞാൻ കണ്ണമ്പലം UPHSലെ ആശാ വർക്കറാണ്. ഞാനിവിടെ ഈ ആശാ വർക്കർ തുടങ്ങിയിട്ട് 18 വർഷമായി ഈ വർക്ക് തുടങ്ങിയിട്ട്. ഞങ്ങളുടെ ജോലി ആദ്യം കുറച്ച് ജോലിയേ ഉള്ളായിരുന്നു. ഞങ്ങൾക്ക് ആ ജോലി ചെയ്തിട്ട് വേറെ ജോലിക്ക് പോകാമായിരുന്നു. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് വരുംതോറും ഞങ്ങൾക്ക് ജോലി ഭാരം കൂടി. അപ്പം കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഈ 3-4 വർഷം ആയതേ ഉള്ളൂ ഞങ്ങൾക്ക് 7000 രൂപയായിട്ട്. ഈ 7000 രൂപ 30ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 232 രൂപയെ ശമ്പളം ഉള്ളത് ഞങ്ങൾ ഈ സമരമുഖത്ത് വന്നതിന് ശേഷമാണ് ഓരോ ആശമാരും അറിയുന്നത്. അപ്പോൾ 7000 രൂപ കിട്ടുന്നുണ്ടല്ലോ പറഞ്ഞ് വർക്ക് ചെയ്ത് നടന്ന് പിന്നെ ഞങ്ങൾക്ക് 3 മാസം മുടങ്ങി, ശമ്പളം മുടങ്ങി, 3 മാസം ഇൻസെൻറ്റീവ് മുടങ്ങി. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും? ഇത്ര തുച്ഛമായ വരുമാനം കിട്ടിക്കൊണ്ടിരുന്നത് മുടങ്ങിയപ്പോൾ ഞങ്ങളുടെ സംഘടനയോട് ഞങ്ങൾ തന്നെ ആവശ്യപ്പെട്ട് ഞങ്ങൾക്ക് ഈ പൈസ വാങ്ങിച്ചു തരാൻ എന്തെങ്കിലും ചെയ്യണമെന്നും. അപ്പോൾ അവർ പറഞ്ഞ് എല്ലാവരും കൂടെ ചേർന്ന് നമുക്കൊരു സമരം നടക്കാമെന്ന്. അങ്ങനെ ഇവിടെ സമരത്തിന് വന്ന് ഫെബ്രുവരി 10-ാം തീയതി വന്നപ്പം ഒരു 18-ാമത്തെ ദിവസം ഞങ്ങളുടെ 3 മാസത്തെ ഓണറേറിയവും 3 മാസത്തെ ഇൻസെൻറ്റീവും ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഈ പൈസ ഇതുവരെ ഇവിടെ വെച്ചിരുന്ന് ഫണ്ടില്ല എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് സമരം തുടങ്ങിയപ്പം 18-ാമത്തെ ദിവസം ഞങ്ങൾക്ക് കിട്ടി. പിന്നെ ഞങ്ങൾ ഒരുപാട് ഡിമാൻഡുകൾ, ഞങ്ങളുടെ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ 4 ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ ഓണറേറിയം വർദ്ധിപ്പിക്കണം, പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ തരണം, ഞങ്ങളുടെ പെൻഷൻ അനുവദിക്കണം, പിന്നെ ക്രൈറ്റീരിയ എടുത്ത് കളയണം. ഇതൊക്കെയായിരുന്നു ഞങ്ങൾ പറഞ്ഞിരുന്നത്. 10 മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരുന്നു ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ 7000 രൂപ ഈ മാനദണ്ഡം ചില സമയത്ത് നടപ്പിലാക്കിയില്ലെങ്കിൽ ശമ്പളം 7000-ൽ നിന്നും കുറയും. അങ്ങനെ 5000-6000 രൂപയൊക്കെയാണ് സ്ത്രീകൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതും എല്ലാ സമയത്തും കറക്റ്റ് ടൈമിൽ കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഈ സമരത്തിലൂടെ വന്ന് 3 പ്രാവശ്യം ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴും ഞങ്ങൾക്ക് യാതൊരുവിധ തീരുമാനങ്ങളും ആയിട്ടില്ല. പിന്നെ ഞങ്ങൾ പറഞ്ഞ് ഇവിടെ ഞങ്ങൾ എന്ന് ഇരുന്ന് സമരം ചെയ്ത് ഞങ്ങളുടെ ഈ ഡിമാൻഡുകൾ നേടിയെടുത്തേ പോവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴാണ് ഒട്ടും ഇവരടുക്കുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾ സമരമുറയൊക്കെ വീണ്ടും മാറ്റി 3-4 പ്രാവശ്യമായിട്ട് മാറ്റിയിട്ടാണ് അവസാനം മുടി മുറിക്കേണ്ടി വന്നത്. അപ്പോൾ ഇപ്പം പറയുന്നത് നാളെ ഞങ്ങളെ 3 മണിക്ക് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ചർച്ച 100% വിജയിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് വിജയിച്ച് ഓർഡർ കൈ കിട്ടിയാലേ ഞങ്ങൾ ഇവിടുന്ന് പോകുള്ളൂ. അപ്പോൾ അവർ ചർച്ചയ്ക്ക് വിളിച്ച് നിങ്ങളുടെ ഡിമാൻഡുകളെല്ലാം ഞങ്ങൾ അംഗീകരിച്ച് നിങ്ങൾ വീട്ടിൽ പോയിക്കോ എന്ന് പറഞ്ഞാൽ പോവില്ല. ഞങ്ങൾ ആ ചർച്ച ചെയ്ത് തീരുമാനം എടുത്തതിൻ്റെ ആ കോപ്പി ഞങ്ങൾക്ക് കിട്ടി
ഓർഡർ കിട്ടിയല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പോകില്ല. എത്ര ഒരു മാസം കഴിഞ്ഞ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞാലും ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും. അങ്ങനെ ഞങ്ങളുടെ ഡിമാൻഡുകളില്ല. എന്നിട്ട് പോലും മഴയില്ല, മഴയെന്നില്ല, മഞ്ഞെന്നില്ല, വെയിലെന്നില്ല. അറിയാൻ പറ്റുന്നു 52 ദിവസം കൊണ്ട് ഇന്നലെ സന്ധ്യയ്ക്ക് ഒരു മഴ പെയ്തു. സന്ധ്യയ്ക്കല്ല 4-4:30 ഒരു മഴ പെയ്ത് ഭയങ്കര മഴയത്ത് ഇതിലെ കൂടെ മുട്ടറ്റം വെള്ളത്തിലാണ് ഇവിടെ ഞങ്ങളൊക്കെ നിന്നത്. അപ്പോൾ ആ മഴയിലും ഭയങ്കര വെയിൽ ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഇവിടെ കഞ്ഞി കുടിച്ചുകൊണ്ടാണ്. പയറും കഞ്ഞിയിട്ട് അവിടെ ഇങ്ങനെയാണ് കഞ്ഞി വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ നിരാഹാരം 3 സ്ത്രീകൾ ഇവിടെ കിടക്കുന്നത്. അത് കാരണം അവരുടെ മുന്നേ വെച്ച് കഞ്ഞി വെച്ച് കുടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വേറെ എവിടെയോ കഞ്ഞി വെച്ച് ഇവിടെ കൊണ്ടുവന്ന് അങ്ങ് പോയിരുന്നാണ് ഞങ്ങൾ കുടിക്കുന്നത്. ഇവരെ മുന്നേ ഇരുന്ന ഒരു വെള്ളം പോലും ഞങ്ങൾ ഇവിടെ നിന്ന് കുടിക്കില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ സമരം ഇങ്ങനെ പോകുന്നത്. നാളെ വിജയിക്കുമെന്നുള്ള വിശ്വാസമുണ്ട്. അതിലാണ് ഞങ്ങൾ 26,125 ആശമാരുണ്ട് കേരളത്തിൽ. ആ 26,125 പേരുടെയും വിശ്വാസം ഇത് വിജയിക്കുമെന്നാണ്. വിജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ ഓർഡറിൻ്റെ എല്ലാം കിട്ടിയാലേ ഞങ്ങൾ പോകുള്ളൂ വീണ്ടും പറയുകയാണ്. അതുകൊണ്ട് ഇത്രത്തെ ഉള്ള ഞങ്ങൾക്ക് പറയാനുള്ളത്. എൻ്റെ പേര് തത്ത ഗോപിനാഥ് എന്നാണ്. ഞാൻ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡൻ്റ് കൂടാണ്. ഇപ്പോൾ ഇന്ന് 52 ദിവസമായി ഈ സമരം ആരംഭിച്ചിട്ട്. നിരാഹാരം ഇപ്പം ആരംഭിച്ചേക്കുവാണ്. അപ്പോൾ ഇവിടെ കിടന്നിരുന്ന ചേച്ചി വളരെ ആരോഗ്യപരമായ പ്രശ്നമുള്ളതുകൊണ്ട് ചേച്ചിയെ മാറ്റി ഹോസ്പിറ്റലിലേക്ക് മാറ്റി. തുടർന്നാണ് ഇന്നാണ് നിരാഹാരം ഏറ്റെടുത്തത്. പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ നമ്മൾ മുന്നോട്ട് വെച്ചേക്കുന്ന ഡിമാൻഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഓണറേറിയം വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം നമ്മുടെ വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കണം, പെൻഷൻ അനുവദിക്കണം തുടങ്ങിയ ഡിമാൻഡുകളാണ് ഈ സമരത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ നമ്മുടെ സർക്കാർ ഇതുവരെയും അനുഭാവപൂർവ്വമാണ് പരിഗണിക്കുന്നതെന്ന് പറയുകയും എന്നാൽ ഇതിനെ അപമാനിച്ചുകൊണ്ടിരിക്കുക, എല്ലാവരും മാറിയും തിരിഞ്ഞും സമരത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. 2 പ്രാവശ്യം ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു ഇതിനോടകം. പക്ഷേ ആ ചർച്ചയിലൊന്നും തന്നെ നമ്മുടെ കാതലായ ഡിമാൻഡുകളൊന്നും മുന്നോട്ട് വന്നില്ല. ചർച്ചയിലൊന്നും തന്നെ അത്തരം ഡിമാൻഡുകളൊന്നും ചർച്ച ചെയ്തില്ല. സർക്കാർ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് നിങ്ങൾ സമരം നിർത്തി പോകണം എന്നുള്ളതായിരുന്നു 2 ചർച്ചയിൽ അവർ നമ്മളോട് വെച്ചത്. അപ്പോൾ ഇനി നാളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്, നാളെ 3 മണിക്ക്. നമ്മുടെ ഡിമാൻഡുകൾ അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ രീതിയിൽ ചർച്ച മുന്നോട്ട് വരും എന്നാണ് പ്രതീക്ഷ. എൻ്റെ പേര് ബിന്ദു. ഞാൻ കണ്ണമ്മൂല UPHSലെ തിരുവനന്തപുരം കണ്ണമ്മൂല UPHSലെ ആശാ വർക്കറാണ്. പിന്നെ ഞങ്ങൾ ഈ സമരം തുടങ്ങിയ അന്ന് മുതൽ ഞാനിവിടെ ഉണ്ട്. ഇപ്പം നിരാഹാരത്തിലാണ്. നിരാഹാരം തുടങ്ങിയിട്ട് 3 ദിവസമായി. ഞങ്ങൾ ഈ സമരത്തിലോട്ട് വരാനുള്ള കാരണം തന്നെ ഇന്നത്തെ ദിവസം അറിയായിരിക്കും, എന്നാലും ഒന്ന് ഇവിടെ പറയാം. ഞങ്ങൾക്ക് ഇവർ തരുന്ന ഓണറേറിയത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ആദ്യ കാലങ്ങളിലാണെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ട് നമുക്ക് ജോലി ചെയ്യാമായിരുന്നു. പിന്നെ കാലാകാലങ്ങൾ ഇങ്ങനെ കൂടിയപ്പോൾ ഒരുപാട് സർവേകളും ഒരു 40 ദിന ജോലി ഭാരം ഞങ്ങളുടെ തലയിലോട്ട് വരികയും ദിവസവും ഞങ്ങൾ ഒരു 10-13 മണിക്കൂറോളം ജോലി ചെയ്യാനുള്ള ബാധ്യതപ്പെടുകയായിരുന്നു ഗവൺമെൻറ്റിന് വേണ്ടി. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് വേറെ മറ്റൊരു ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതി വന്നപ്പോഴാണ് ഇനി നമ്മൾക്ക് ഗവൺമെൻറ്റിനോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കാം. ചിലപ്പോൾ ഗവൺമെൻറ് ഇത് മൊത്തത്തിൽ ഞങ്ങളെ മനസ്സിലാക്കുന്നില്ലായിരിക്കും, ഞങ്ങൾ ഇത്രയും ജോലിയൊക്കെ ചെയ്യുന്നവരാണെന്ന്. അതുകൊണ്ട് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഘടന, ഇങ്ങനെ ഈ മിനിയെയും ബിന്ദുവും പോലെയുള്ളവരെ ഞങ്ങൾ ചെന്ന് വിളിക്കുമായിരുന്നു. കാരണം ഇവർ പല സമരങ്ങളും വിജയിപ്പിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് അറിയാം. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ആവശ്യപ്പെടുമായിരുന്നു, ഞങ്ങളിങ്ങനെ ആശാ വർക്കർമാരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയാണ് വേതനം, നിങ്ങൾ ഞങ്ങളോടൊന്ന് നിൽക്കാവോ, ഞങ്ങളൊരു സമരം കൂടാൻ പോവുകയാണ്, ഞങ്ങളോടൊപ്പം നിൽക്കാവോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ പെട്ടെന്നല്ല, 8 വർഷമായി ഗവൺമെൻറ്റിനോട് ഞങ്ങൾ മല്ലടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും സാലറി ഇല്ല, ഈ ഓണറേറിയം കൂട്ടിത്തരണം. ഞങ്ങളിവിടെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സാലറി ഈ വരുന്ന ഓണറേറിയം എന്ന് വെച്ചാൽ 3 മാസം 4 മാസം കൂടുമ്പോഴാണ് വരുന്നത്. അപ്പോഴൊക്കെ ഞങ്ങളിവിടെ സമരമുഖത്താണ്. വന്നിരിക്കും, 2 ദിവസം കഴിയുമ്പോൾ
ഒരു 3 മാസത്തെ ശമ്പളം തരാനുള്ളത് 1 മാസത്തെ തരും. ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. ഈ റൊട്ടേറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. ഇത് ഇനി പറ്റത്തില്ല എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ ഇവിടെ നിർബന്ധിതരാവുകയായിരുന്നു. എല്ലാ ആശാവർക്കർമാരെയും കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ രാപ്പകൽ സമരം നടത്താം എന്നുള്ള ഇതിൽ ഞങ്ങളിവിടെ നിർബന്ധിതമാണ്. കുറച്ച് ദിവസം കഴിഞ്ഞു. അങ്ങനെ അറിയാലോ, ഞങ്ങൾ ഒരുപാട് പിന്നെ സ്ത്രീകളാണെന്നോ അമ്മമാരാണെന്നോ സഹോദരിമാരാണെന്നോ എന്നുള്ള ഒരു ഇത് ഇല്ലാതെ ഞങ്ങൾ ഒരുപാട് അസഭ്യങ്ങൾ കേട്ടു. ഞങ്ങൾ ഒരുപാട് സൈബർ അറ്റാക്കുകൾ നേരിടേണ്ടി വന്നു. അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾ നേരിടേണ്ടി വന്നു. എന്നാലും ഞങ്ങൾ ഉറച്ചൊരു വിശ്വാസത്തോടെയാണ് വന്നത്. ഞങ്ങൾ പറയുന്ന ഡിമാൻഡ്, ഞങ്ങൾ പറയുന്നത് എന്താണ്, തൊഴിലാളികളായിട്ട് ഇവർ പറയുന്നത് നമ്മൾ പിന്നെ കേന്ദ്രത്തിൽ ചെന്നാണ് സമരം ചെയ്യാനുള്ള. അതെ, കേന്ദ്രത്തിൽ ചെന്ന് സമരം ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് എന്ന് വെച്ചാൽ അവർ 18 വർഷം കൊണ്ട് ഞങ്ങൾ വന്ന അന്ന് തൊട്ട് എത്ര 2000 രൂപ 3000 രൂപ ഇൻസെൻറ്റീവ് കൂട്ടി അത് തന്നെയാണ് തുടർന്ന് കൊണ്ടുപോകുന്നത്. പിന്നെ ഈ കേരള സർക്കാർ ഞങ്ങൾക്ക് 1000 രൂപയായിരുന്ന കാലം അത് കുറേശ്ശെ കൂട്ടി 7000 രൂപയ്ക്ക്. എന്നാൽ ഈ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കത് പറ്റില്ലല്ലോ, ജീവിക്കാൻ പറ്റില്ലല്ലോ. ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിലോട്ട് തന്നെ വന്നത്. ഇപ്പോൾ 2 പ്രാവശ്യം ചർച്ച വിളിച്ചു, 2ഉം പരാജയത്തിലാണ് ഞങ്ങൾ ഡിമാൻഡുകൾ. ഞങ്ങൾക്ക് പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾ 60-62 വയസ്സാകുമ്പോൾ പിരിഞ്ഞു പോകാനാണ് സർക്കാർ പറയുന്നത്. അതിൽ ഞങ്ങളെ കയ്യിലോട്ട് സർക്കാരിന് വെച്ച് തരാനൊന്നുമില്ല, നിങ്ങൾ പൊയ്ക്കൊള്ളണം ഇതാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിരിക്കണം 5 ലക്ഷം രൂപ പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്ക് തരണം, ചെറിയൊരു പെൻഷൻ തരണം, പിന്നെ 21,000 രൂപ ഞങ്ങൾക്ക് സാലറി ഓണറേറി ആണെങ്കിൽ അത് എന്തായിരുന്നാലും 21,000 രൂപ ഞങ്ങൾക്ക് തരണം. ഇതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. അപ്പോൾ ഈ 2 പ്രാവശ്യം ചർച്ച പരാജയപ്പെട്ടപ്പോൾ ഞങ്ങൾ അടുത്ത പ്രാവശ്യമാണ് ഞങ്ങൾ എന്തിലോട്ടായത്, ഞങ്ങൾ നിരാഹാരത്തിലോട്ടായത്. ഞാനിന്ന് നിരാഹാരം 3ാമത്തെ ദിവസമാണ് കിടക്കുന്നത്. ഞങ്ങളിത് എത്ര 14 ദിവസമായി നിരാഹാരത്തിലാണ്. ഇപ്പോൾ ഇന്ന് ചർച്ചയ്ക്ക് ചർച്ചയ്ക്ക് നാളെ 3 മണിക്ക് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയുണ്ട്. കാരണം 2 പ്രാവശ്യം ഞങ്ങൾക്ക് അന്ന് ചർച്ചയായിട്ടൊന്നും പറഞ്ഞില്ല, നിങ്ങൾ പൊയ്ക്കൊള്ളണം എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ എല്ലാ ട്രേഡ് യൂണിയനെയും വിളിച്ച് ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് 3 മണിക്ക്. ഞങ്ങൾക്ക് നല്ല ശുഭപ്രതീക്ഷയുണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുമെന്ന് തന്നെയാണ്. ഞങ്ങളത് ഒരു ഓർഡറായിട്ട് തന്നാൽ മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് പോവുകയുള്ളൂ. അല്ലാതെ വാക്കാൽ ഞങ്ങൾ പല കാര്യങ്ങൾ, കാരണം ഞങ്ങൾക്കിപ്പോൾ ഒരു ഇൻസെൻറ്റീവ്, ഞങ്ങൾക്കൊരു കുറേ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് ഇൻസെൻറ്റീവ് ഓണറേറിയൊക്കെ അടിക്കുന്നത്. അങ്ങനെ ഇവർ ആ 10 മാനദണ്ഡങ്ങൾ എടുത്തു മാറ്റി. പക്ഷേ ഒരിക്കലുമല്ല, ആദ്യത്തെക്കാളും അധിക ജോലിഭാരം ഞങ്ങളുടെ ഈ ഓണറേറിയത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഇൻസെൻറ്റീവിലേക്ക് എന്ന് വെച്ചാൽ ഇൻസെൻറ്റീവ് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാം. ഇത്രയും അവർ ഒരു നിബന്ധന വെച്ചിരിക്കണം, ഇത്ര കുറേ ഇഞ്ചക്ഷനും അങ്ങനെ ഇങ്ങനെയൊക്കെ കിട്ടിയില്ല എങ്കിൽ ഓണറേറിയം കൂടെ കട്ട് ചെയ്യേണ്ട ഒരു നിബന്ധനയിലാണ് അവർ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നാളത്തെ ചർച്ചയിൽ ഞങ്ങൾക്കൊരു തീരുമാനം, അത് വാക്കാലല്ല, ഞങ്ങൾക്ക് എഴുതി തന്നാലേ ഞങ്ങൾ ഈ സമരമുഖത്തിൽ നിന്ന് പോവുകയുള്ളൂ. അല്ലെങ്കിൽ പുതിയ സമരമുറകളായിട്ട് ഇനിയും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. എൻ്റെ പേര് താര. ഞാൻ വരുന്നത് പള്ളിച്ചൽ PHSൽ നിന്നാണ്. പള്ളിച്ചൽ PHSൽ നിന്നാണ് ഞാൻ വരുന്നത്. താമസം പ്രാവസമ്പതം. പിന്നെ ഞാൻ ഈ സമരത്തിൽ എത്തിപ്പെടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലിഭാരവും അതുപോലെ തന്നെ ജോലി ചെയ്യുന്നതിനനുസരിച്ചുള്ള കൂലിയൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഒരു ദിവസം 232 രൂപയ്ക്കാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 232 രൂപയെന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള ജോലിയല്ല നമ്മൾ ചെയ്യുന്നത്. ഒരുപാട് ജോലിഭാരമാണ്. പിന്നെ അത് പോയിട്ട് നമ്മുടെ ജീവിത സാഹചര്യമൊക്കെ വളരെ മോശപ്പെട്ട ഒരു ജീവിത സാഹചര്യങ്ങളാണ്. ഒരുപാട് കടങ്ങളും പിന്നെ ഈ പൈസ കൊണ്ട് നമുക്ക് 7000 രൂപ കിട്ടുന്നത് കൊണ്ട് നമുക്ക് ഒന്നിനും പറ്റുന്നില്ല. ഈ 7000 രൂപ നമുക്ക് എല്ലാ മാസവും കറക്റ്റായിട്ട് കിട്ടിയാൽ പോലും നമുക്കത് മുൻനിർത്തി കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അത് പോയിട്ട് ഈ 7000 രൂപ എന്നുള്ളത് 2-3 മാസം കൂടുമ്പോഴാണ് സർക്കാർ നമുക്ക് തരുന്നത്. അതെങ്ങനെ നമ്മൾ 2-3 മാസം പെൻഡിങ് ആകുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഇതേപോലെ DMO ഓഫീസിലൊക്കെ സമരം വെച്ചിട്ടാണ് നമുക്ക് ആ പൈസ കിട്ടുന്നത് തന്നെ. അതുപോലെ പിന്നെ ഇപ്പോഴും നമ്മുടെ ബഡ്ജറ്റിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കും. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ സംഘടനക്കാർ ബഡ്ജറ്റിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താത്തത് കൊണ്ട് മാത്രമാണ് പിന്നെ നമ്മുടെ ഈ സമരമായിട്ട് മുന്നോട്ട് വന്നത്. ഈ സമരത്തിൽ നിന്ന് നമുക്ക് സർക്കാർ ഇതുവരയ്ക്കും നമ്മൾ 2 പ്രാവശ്യം ചർച്ചയ്ക്ക് വിളിച്ചിട്ട് 2 ചർച്ചയും പരാജയപ്പെട്ടു.
നാളെ ഒരു ചർച്ച 3 മണിക്ക് ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. പ്രതീക്ഷയുണ്ട്. ഒരുപാട് പ്രതീക്ഷയാണ് എനിക്കുള്ളത്. എനിക്കെന്നല്ല, ഈ സമരപ്പന്തലിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷയുണ്ട്. നമ്മുടെ കൈവിടില്ല എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടും സാഹചര്യം. എനിക്ക് ഒരു മകനുണ്ടായിരുന്നു, മകൻ മരണപ്പെട്ടു. പിന്നെ അങ്ങനെ പോകുന്നു. എനിക്ക് വേറെ ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കടങ്ങൾ വീട്ടാൻ പോലും ഈ പൈസ കൊണ്ട് നമുക്ക് തികയുന്നില്ല. 7,000 രൂപ കിട്ടുമ്പോൾ തന്നെ അതിൽ നമ്മൾ 7 എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ 10 12 ഒക്കെ കടം വാങ്ങിച്ചായിരിക്കും ജീവിക്കുന്നത്. കാരണം അങ്ങനെയാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പം 1 കിലോ അരിക്ക് തന്നെ 51-52 രൂപയായി. അപ്പം അങ്ങനെയൊക്കെ നോക്കുക. 1 കിലോ തേങ്ങയ്ക്ക് 90 രൂപ, 1 കിലോ വെളിച്ചെണ്ണ 100 രൂപ. അങ്ങനെയൊക്കെ എല്ലാ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം വില കൂട്ടി, സർക്കാർ വില കൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ 7,000 രൂപ കൊണ്ട് തികയില്ല എന്ന് ജനങ്ങൾക്ക് മൊത്തം ഒന്നടങ്കം അറിയാം. നമ്മൾ ഈ സമരമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ മാത്രമാണ് ജനങ്ങൾ മനസ്സിലാക്കിയത് നമുക്ക് 7,000 രൂപയേ ഉള്ളൂ എന്നത്. നമ്മൾ ഫീൽഡ് വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ, ഫീൽഡിലൊക്കെ പോകുമ്പോൾ ആൾക്കാരൊക്കെ പറയുന്നത് നമുക്ക് 10, 25, 21 രൂപ ശമ്പളം ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളത് ശരിവെച്ച് കൊടുക്കുകയാണ് പതിവ്. പക്ഷെ അവർക്കറിയില്ലല്ലോ നമ്മൾ ഈ 7,000 രൂപ, അതും 7,000 രൂപ നമുക്ക് 3 മാസത്തിലൊരിക്കൽ, 3 മാസമല്ല, ചിലപ്പോൾ 4 മാസം 5 മാസമൊക്കെ കൂടുമ്പോഴാണ് നമുക്ക് ഈ പൈസ കിട്ടുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള പിന്നെ വർക്കിൻ്റെ ഇതിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു വർക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനടി ചിലപ്പോൾ നമുക്കൊരു 10-12 ദിവസമായിരിക്കും നമുക്ക് സമയം തരുന്നത്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏരിയയിൽ 600 സംതിങ് വീടുണ്ട്. അപ്പോൾ ഈ 600 സംതിങ് വീട് കൊണ്ട് നമുക്ക് ഈ 10-12 ദിവസം കൊണ്ട് നമുക്ക് തീർത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. വീടാന്തരം കയറി ഇറങ്ങി അവരുടെ ലിസ്റ്റ് കാര്യങ്ങളെല്ലാം തയ്യാറാക്കി എഴുതി പറക്കി പിന്നെ ഫോണിൽ അത് രജിസ്റ്റർ ചെയ്തിട്ട് ഫോണിൽ നമ്മൾ കൊടുക്കണം. അങ്ങനെ ലിസ്റ്റാക്കി കൊടുക്കണം. അങ്ങനെ ഒരുപാട് ജോലി. വീട്ടിൽ വന്ന് കയറിയാൽ പോലും നമുക്ക് ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് ആഹാരം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒക്കെ പറ്റാത്തൊരു സാഹചര്യമാണ്. ഒരു മരണ വീട്ടിൽ പോയാലോ ഒരു കല്യാണ വീട്ടിൽ പോയാലോ നമുക്കൊരു റെഫറൻസ് ഗൈഡ് ഡയറി ഉണ്ട്. ആ ഡയറിയും കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോഴൊക്കെ ചിലപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിക്കുകയും അതിനനുസരിച്ച് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ജോലി, ഇപ്പം ഞാൻ ഈ ജോലി തിരഞ്ഞെടുത്തതിനെ ഞാൻ ഇഷ്ടപ്പെട്ട് തന്നെയാണ് തിരഞ്ഞെടുത്ത് കൊണ്ടുപോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാർഡിലുള്ള ജനങ്ങൾക്ക് നമ്മൾ ഒരു കൈത്താങ് പോലെയാണ്. അവർക്ക് പാവപ്പെട്ട ഒരുപാട്, നമ്മളെക്കാളും പാവപ്പെട്ട ഒരുപാട് ആൾക്കാർ നമ്മുടെ വാർഡിനകത്തുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അവരെ ഏറ്റവും അടുത്ത ബന്ധുക്കളടുത്ത് പറയാത്ത കാര്യങ്ങൾ പോലും നമ്മളോട് മനസ്സ് തുറന്ന് പറയും. അത് നമ്മൾ മുഴുവനും ഇരുന്ന് കേട്ടിട്ട് അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പം എനിക്ക് ഈ ജോലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം ആകുന്നില്ലല്ലോ, നമ്മുടെ ജീവിതവും കൂടെ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. നമ്മളെ മക്കളെ പഠിപ്പിക്കണം, വീട്ടു ചിലവ്. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ കൂലിപ്പണിയാണ്. അപ്പോൾ കൂലിപ്പണി കൊണ്ട് നമുക്ക് മുന്നോട്ട് അത് ഉള്ള ദിവസങ്ങളിൽ ഉണ്ട്, അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ചിലപ്പം 1-2 ദിവസം ജോലി കിട്ടും, ഒരാഴ്ച ജോലി കാണാതെ വീട്ടിൽ ഇരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഈ പൈസ കൊണ്ട് ജീവിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. എനിക്ക് പറയാനുള്ളത്, സർക്കാർ നമ്മളോട് ദയവ് കാണിക്കണം, കനിവ് കാണിക്കണം, കണ്ണു തുറക്കണം. നമ്മൾ പറയുന്ന ഈ ഡിമാൻഡുകൾ അംഗീകരിച്ച് നമ്മളെ സഹായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേര് പത്മജോണ്. ഞാൻ തിരുവല്ല FHCയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ 93-ൽ MSSH കയറിയതാണ്. അന്ന് ഇത്രയും ജോലിയുടെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. നമ്മൾ പോകുന്ന വഴിക്ക് ചന്തയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ വല്ല മരണ വീട്ടിൽ പോകുമ്പോഴോ ഒരു കല്യാണ വീട്ടിൽ പോകുമ്പോഴോ ആ വീട്ടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും പനിയോ വല്ല കുഷ്ഠരോഗങ്ങളോ വല്ല വേറെ എന്തെങ്കിലും പൊക്കനോ എന്തെങ്കിലുമൊക്കെ മണ്ണാൻ എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മാത്രം മതിയായിരുന്നു. ഇപ്പോൾ 2008 ആശാ വർക്കറായതിനു ശേഷം എല്ലാ ജോലികളും ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം പോരാ, തലയിൽ താങ്ങാത്ത ജോലികളാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒരു കുട്ടി വിവാഹം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ EC മുതൽ
ആ കുട്ടി ഗർഭിണിയാവുന്ന അപ്പോഴും മുതൽ ആ കുഞ്ഞിന് 15 വയസ്സ് വരെ ആവുന്ന ഇഞ്ചക്ഷനും കാര്യങ്ങളും അതിൻ്റെ എല്ലാ BCG മുതൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു അമ്മയുടെ കാര്യങ്ങൾ ഗർഭിണിയായി കഴിഞ്ഞാൽ അമ്മ പ്രസവിക്കുന്നതുവരെയുള്ള മൊത്തം ഉത്തരവാദിത്തങ്ങളും എല്ലാം നമുക്കാണ്. ഞങ്ങളതെല്ലാം നല്ല നീറ്റായിട്ട് ക്ലോറിനേഷൻ നടത്തണം, പിന്നെ വെറ്റ് സ്റ്റഡി നടത്തണം. ഒരു പനി വന്ന ആ വീട്ടിൻ്റെ പരിസരം മൊത്തം ഒരു 50 വീട് ക്ലോറിനേഷൻ ബാക്കിയുള്ള എല്ലാം ചെയ്യണം. എന്നാലും ഞങ്ങൾക്ക് സമയത്തിന് പൈസ കിട്ടില്ല. ഞങ്ങൾ ഈ ഇടയ്ക്ക് ഞങ്ങൾ ചെയ്യുന്നത് 232 രൂപയുടെ ജോലിയാണ് ചെയ്യുന്നത്. പക്ഷേ ശമ്പളം ഞങ്ങൾക്ക് തരുന്നത് ചെയ്യുന്നത് ഒരു 1000 രൂപയുടെ ജോലി ചെയ്യുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഉള്ള ജോലിയും ഞങ്ങൾക്ക് ഉള്ള ശമ്പളവും ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ഓണറേറിയം തരുന്നില്ല. 5-6 മാസം കൂടുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു മാസത്തെ ഇവിടെ വന്ന് സമരം ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു മാസത്തെ ഓണറേറിയം തരുന്നത്. വലിയ ബുദ്ധിമുട്ടാണ് സാറേ. എൻ്റെ വീട്ടിൽ വലിയ സാമ്പത്തികമൊന്നുമില്ല. എൻ്റെ വീട് വരെ ജപ്തി. ഞാൻ ഈ സമരവും കഴിഞ്ഞ് പോകുമ്പോൾ എനിക്ക് വീട് ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ഇനി ചെന്നാൽ ഞാൻ കടവരാന്തയിലായിരിക്കും ഞാൻ എൻ്റെ കുടുംബം ജീവിക്കുന്നത്, കിടക്കേണ്ടത്. എനിക്ക് കയറി കിടക്കാടയില്ല. ഞാൻ ഈ ബാങ്കിൽ നിന്ന് ഒരു ചെറിയ ലോൺ എടുത്ത് ഞാൻ ഒരു വീട് വെച്ച് ഒരു കുഞ്ഞ് വീട് വെച്ച്, പക്ഷേ ആ വീട്ടിൽ കിടക്കാനുള്ള ഭാഗ്യം കൂടെ എനിക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏത് സമയവും എപ്പോൾ വേണമെങ്കിലും ജപ്തിയാവാം. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയണേ, എൻ്റെ നല്ലവരായ നാട്ടുകാരോടെയും എൻ്റെ എല്ലാ പ്രത്യേകം ഞാൻ പറയണേ, എൻ്റെ കിടക്കാട എനിക്കൊരു കാല് വയ്യ ജോലി ചെയ്യാൻ. എൻ്റെ കാലാണെങ്കിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ ഞാൻ വർക്കിന് പോയിട്ട് വന്ന ആശാ വർക്കൻ പോയിട്ട് ഫീൽഡിൽ പോയിട്ട് വന്ന ഞാൻ തൈലം ഇടാതെ ഒരു ദിവസം കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് 200 രൂപ വേണം ഓട്ടോയ്ക്ക്. ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇടയാറ് പോയിട്ട് വരുന്നെങ്കിൽ അങ്ങോട്ട് പോവുകയാണെങ്കിൽ 150 രൂപ, തിരിച്ച് ഇങ്ങോട്ട് വരികയാണെങ്കിൽ 60 രൂപ കൊടുക്കണം. ഒഴിഞ്ഞ ഓട്ടോയിലും വിളിച്ച് വരുന്ന ഓട്ടോയിലാണെങ്കിൽ 100 രൂപ കൊടുക്കണം. അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ നിവർത്തിയില്ല. ഈ ഒരു വരുമാനം വെച്ചാൽ ഞങ്ങൾ ജീവിക്കുന്നത്. എൻ്റെ ഭർത്താവിനാണെങ്കിൽ 71 വയസ്സായി. ഒരു കണ്ണ് മൊത്തവും കണ്ടുകൂടാ, ഒരു കണ്ണ് ശകലം കാണാം. അത് വച്ചാൽ എൻ്റെ ഈ വരുമാനം റേഷൻ ഏരിയൊക്കെ വച്ചാൽ ഞങ്ങൾ കഴിഞ്ഞുകൂടണം. എൻ്റെ മോന് കൂലിപ്പണിയാണ്. അവൻ കഴിഞ്ഞ് അവനും 2 മക്കളൊക്കെ ഉള്ളത്. ഞാൻ വലിയ പ്രാരാബ്ധ കുടുംബത്തിലുള്ളതാണ് സാർ. ഞങ്ങൾക്ക് എൻ്റെ ഭൂസ്വത്ത് ഈ 3 സെൻറ്റ് സ്ഥലം എപ്പോൾ ജപ്തി ചെയ്യും? ഒന്നിൽ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം. അങ്ങനെ എനിക്ക് കയറിക്കിടക്കാടയില്ല. എല്ലാവരും കൂടെ സഹായിച്ച് എൻ്റെ കയറിക്കിടക്കാട് എനിക്ക് തിരിച്ച് കിട്ടാൻ. എൻ്റെ കാലാണെങ്കിൽ ഒരു കാല് മൊത്തവും ഓപ്പറേഷൻ കഴിഞ്ഞതായി. ഇടത് കാല് ഇതുപോലെ 2014 ഞാൻ ഒരു ഫീൽഡിൽ എഴുതാൻ പോയപ്പോൾ പട്ടി ഓട്ടിച്ച് ഞാൻ ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ പരിസരത്താണ് മുള്ളു ഗംഭീര പുറത്തൂടെ വീണ്. അന്ന് ഞാൻ ഇഞ്ചക്ഷൻ എടുത്തില്ല, TT എടുത്തില്ലായിരുന്നു. പിറ്റേന്ന് എൻ്റെ കാല് പഴുത്ത് തുരുമ്പായി കാല് പഴുത്ത്. കാല് മുറിക്കാൻ പറഞ്ഞ എനിക്ക് ആ കാല് ബലം ഉപയോഗിച്ച് എനിക്ക് കൂടുതൽ നടക്കാനോ ബലം കൊടുക്കാനോ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് ലോൺ അടയ്ക്കാൻ നിവർത്തിയില്ല. എല്ലാവരും കൂടെ എന്നെ സഹായിച്ച് എൻ്റെ വീടെടുത്ത് തരണം അപേക്ഷിക്കുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ ആശന്മാർ മനം എടുത്തെഴുന്നേറ്റ് പോകുമെന്ന് കരുതുന്ന കമ്മിക്കുട്ടന്മാർക്ക് തെറ്റി. അവർ കാര്യം നേടിയെടുക്കുകയോ നിങ്ങളുടെ അടിവേരർക്കുകയോ ചെയ്തിട്ടേ തലസ്ഥാന നഗരിയിൽ നിന്നും പിന്മാറും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.